ഇന്ന് ഒക്ടോബർ 31. നാളെ നവംബർ മാസം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നവംബർ കഴിഞ്ഞാൽ ഡിസംബർ മാസം പകുതിയാകുമ്പോഴേക്കും നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ ആരംഭിച്ചിരിക്കും. പക്ഷേ ഇന്ന് പല സ്കൂളും നടന്നുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിന്റെ മേളയാണ്, കലോത്സവത്തിന്റെ ആഘോഷങ്ങളാണ്. കലോത്സവത്തിന്റെ ലഹരി അടങ്ങി സബ് ജില്ലാ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ പരീക്ഷ മിഡ് ടേം എക്സാം വരും നവംബറിലെ ആദ്യ വീക്കുകൾ പല സ്കൂളുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പലരും നമ്മുടെ തന്നെ ഒരുപാട് കുട്ടികൾ നിരന്തരം മെസ്സേജ് കൊടുക്കുകയാണ്, സാറേ മിഡ് ടേം എക്സാം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെല്ലാവരും കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു, കലോത്സവത്തിന്റെ ആഘോഷങ്ങളായിരുന്നു, കലോത്സവത്തിന്റെ പ്രാക്ടീസിലായിരുന്നു. ഇനി ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടേ ഉള്ളൂ, അപ്പോൾ എക്സാം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് സാറേ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക? എഡ്യൂപോർട്ട് ലൈവ് സീരീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് ഞങ്ങൾക്ക് ആരാണ് സഹായിക്കാനുള്ളത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? പല കൺഫ്യൂഷനും പല ടെൻഷനുമായി പല കുട്ടികൾ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ നിർബന്ധമായി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. നമ്പർ 1, മിഡ് ടേം എക്സാമിനെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എഡ്യൂപോർട്ട് ലൈവ് തരുന്നുണ്ടോ? അതാണ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയോട് ചോദിക്കുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് എഡ്യൂപോർട്ട് പറയാനുള്ള കാര്യം, മക്കളെ പരീക്ഷ, അതായത് നിങ്ങളുടെ കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ എത്തിയ ഉടനെ തന്നെ നിങ്ങൾ കേൾക്കുന്നത് മിഡ് ടേം എക്സാമിനെ പറ്റി അല്ലേ? മിഡ് ടേം എക്സാമിന് പ്രധാനമായും നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്ന പോർഷൻസ് ഏതാണെന്നുള്ള ആദ്യം മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ് ആയിരിക്കും. ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന പോർഷൻസ്, ആ പോർഷൻസ് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ, കൃത്യമായി നിങ്ങൾ അത് അനലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് മിഡ് ടേം എക്സാം ഉണ്ടാക്കുക. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻ ആയിരിക്കും ചോദ്യങ്ങൾ വരെ. ഇതാണ് നമ്പർ 1 ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈവ് ക്ലാസ് എഡ്യൂപോർട്ട് തുടങ്ങുന്നുണ്ടോ? ഓൾറെഡി നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഓണം എക്സാം കഴിഞ്ഞ സമയത്തുള്ള നമ്മുടെ ചെറിയ ലൈവ് സീരീസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി എവിടെ പോവുക? നമ്മുടെ ആപ്പിലാണ്. നമ്മുടെ പ്രീമിയം ബാച്ചിലെ കുട്ടികളൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്ക്ലൂസീവ് ലൈവ് ക്ലാസും നമ്മുടെ സ്റ്റഡി ടിപ്സ്, ഞങ്ങളുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? സോ ഈ വരുന്ന ശനിയാഴ്ച മുതൽ, സാറ്റർഡേ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? സാറ്റർഡേ ഓൺവേർഡ്സ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ എവിടെയാണ് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന? സൂം സെഷൻ ആയിരിക്കും. അപ്പോൾ സൂമിലാണ് ക്ലാസ് നടക്കാൻ വേണ്ടി പോകുക. അത് ആർക്ക് മാത്രമായിരിക്കും? നമ്മുടെ പെയ്ഡ് ബാച്ചിലർ സ്റ്റുഡൻസിനായിരിക്കും. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ താഴെ കാണുന്ന സ്ക്രോൾ നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1 ആദ്യത്തെ കാര്യം. കാരണം ഈ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന മുഴുവൻ പോർഷൻസും, ക്രിസ്മസ് എക്സാം മുഴുവൻ പോർഷൻസ് വിത്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കമാണ് നമ്മുടെ ലൈവ് സീരീസിൽ, നമ്മുടെ സൂം ലൈവ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അധികം നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലുണ്ട്. നമ്മുടെ താഴെ അതിന് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മാത്രമല്ല, വാട്സ്ആപ്പ് ചാനൽ നിരന്തരമായി ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നടന്നുകൊടുക്കുന്ന നമ്മുടെ ചാനലാണ് വാട്സ്ആപ്പ്. നിങ്ങൾ പല ആളുകൾ അതിലുണ്ടായിരിക്കും. ഇല്ലാത്ത ആളുകളിൽ നിർബന്ധമായി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വാട്സ്ആപ്പ് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് സാറേ ഈ ക്രിസ്മസിന്റെ ഈ പറഞ്ഞ മിഡ് ടേം എക്സാമിന് ഞാൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് അല്ലെ? പഠിക്കുന്ന രീതിക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് റീകോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നോട്ട്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് വായന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മാത്സ് ആയിക്കോട്ടെ, അത്തരം സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നിരന്തരമായി സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണം. ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരാൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ലെങ്കിൽ, ആ ഒരു മിഡ് ടേം എക്സാമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി പോർഷൻസ് അത് കുറച്ച് ടഫ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ആൾ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എഡ്യൂപോർട്ടിന്റെ സൂം സെഷനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മുഴുവൻ നമ്മളെ വാട്സ്ആപ്പ് ചാനൽ ഡിസ്കഷൻ നടക്കുന്നത്. ഓരോ ദിവസവും ഓരോ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അതിൽ സൗജന്യമായി ഫ്രീ ആയിട്ട് നമ്മൾ ഡിസ്കഷൻ അതിൽ നടക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കുക. കാരണം ക്രിസ്മസ് പരീക്ഷ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം പുതിയ സിലബസ് ആണ്, പുതിയ ചാപ്റ്റേഴ്സ് ആണ്, എല്ലാം പുതുതാണ്. അപ്പോൾ ഈ ഒരു കലോത്സവത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ആരും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അന്ന് അവിടെ കലോത്സവമാണ് അതുകൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകാന്നല്ലാതെ ആരും നിങ്ങൾ ആ ഒരു നിലവിളി കേൾക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. സോ അധികം സമയം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ വരുന്ന സാറ്റർഡേ മുതലായിരിക്കും നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ സൂം സെഷൻസും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പരിഹാരം കാണാൻ സാധിക്കും. ഡോണ്ട് വറി. അതുപോലെ നിങ്ങൾക്ക് എന്നൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ മിഡ് ടേം എക്സാമിന്റെ ഡേറ്റ്, ഏതൊക്കെ ദിവസങ്ങളാണ് നിങ്ങളുടെ മിഡ് ടൈം എക്സാം നടക്കുന്നതെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ മിഡ് ടൈം എക്സാം എഡ്യൂപോർട്ടിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം. സോ ഇപ്പം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.